20 വർഷം പൂർത്തിയാക്കുകയാണ് IFFK. ഈ മേള കൊണ്ട് ഒട്ടേറെ മികവുറ്റ സംഭാവനകൾ സിനിമാ ലോകത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ഒരാഴ്ച കൊണ്ട് കാഴ്ചയുടെ വസന്തത്തിനപ്പുറമുള്ള നേട്ടങ്ങളാണ് സിനിമയെ കാത്തിരിക്കുന്നത്. 1994 ഡിസംബർ 18 കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ മുഖ്യമന്ത്രി കെ കരുണാകരൻ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആദ്യ എഡിഷൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്ന നടൻ സുകുമാരൻ, MD കെ ജയകുമാർ, MD വാസുദേവൻ നായർ, KT മുഹമ്മദ്, PV ഗംഗാധരൻ എന്നിവരായിരുന്നു ആദ്യ മേളയുടെ സംഘാടകർ. നാഷണൽ ഫിലിം ആർക്കൈവിന്റെ സ്ഥാപകനും ഡയറക്ടറുമായിരുന്ന PK നായരുടെ സഹായത്തോടെയാണ് മേളയിൽ സിനിമകളെത്തിയത്. ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവലിന്റെ സഹകരണത്തോടെ 88 KSFDC സംഘടിപ്പിച്ച ഫിലിമോത്സവിൽ നിന്നാണ് IFFK എന്ന ആശയത്തിലേക്ക് എത്തിയത്. 95 മേള കോഴിക്കോട് നടന്നു. 96 97 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അഥവാ IFFIക്ക് വേദിയായതിനാൽ കേരളത്തിൽ മേള നടന്നില്ല. 98 ചലച്ചിത്ര അക്കാദമി രൂപീകൃതമായതോടെ മേളയുടെ നടത്തിപ്പ് അക്കാദമി ഏറ്റെടുത്തു. ആദ്യ ചെയർമാനായിരുന്ന ഷാജി N കരുണിന്റെ നേതൃത്വത്തിലായിരുന്നു 98 IFFK. 99 അടൂർ ഗോപാലകൃഷ്ണൻ അക്കാദമി ചെയർമാനായതോടെ മേള തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദി തലസ്ഥാന നഗരമായി. 20ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ലോകത്തിന്റെ ചലച്ചിത്രോത്സവ ഭൂപടത്തിൽ സുപ്രധാനമായ ഇടമുണ്ട് നമ്മുടെ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക്. വിനോദ് ജനാർദ്ദനൻ, മാതൃഭൂമി ന്യൂസ്.